ഹലോ, ഇന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് കുറച്ച് ജർമ്മൻ വാക്കുകൾ. ഒരേ സ്പെല്ലിങ്ങും ഒരേ ഉച്ചാരണവുമാണ്, പക്ഷെ പല രീതിയിലുള്ള അർത്ഥമാണ് ജർമ്മൻ ഭാഷയിലുള്ളത്. അപ്പം അങ്ങനെയുള്ള കുറച്ച് വാക്കുകൾ പരിചയപ്പെടാം. ആദ്യത്തെ വാക്ക് ബാങ്ക്. ബാങ്ക് നമുക്കറിയാം, നമ്മൾ സാധാരണ പൈസ എടുക്കാനും പൈസ അടയ്ക്കാനും നമ്മൾ പോകുന്ന ബാങ്ക്. ബാങ്കിനെ ബാങ്ക് എന്നാണ് പറയുന്നത്. അതേ സ്പെല്ലിങ്ങിൽ ബാങ്ക് എന്ന് പറഞ്ഞാൽ ബെഞ്ച്, അല്ലെങ്കിൽ നമ്മൾ പാർക്കുകളിൽ തോട്ടങ്ങളിലൊക്കെയുള്ള ചാരി ഇരിക്കാവുന്ന ബെഞ്ചുകളെയും നമ്മൾ ബാങ്ക് എന്ന് തന്നെയാണ് പറയുന്നത്. സ്ട്രൗസ്. സ്ട്രൗസ് എന്നുള്ള വാക്കിൻ്റെ അർത്ഥം ഒട്ടകപക്ഷി എന്നാണ്. എന്നാൽ സ്ട്രൗസ് എന്നുള്ള വാക്ക് നമ്മൾ പൂക്കൾ ഒരുമിച്ച് ബൊക്കെ ഉണ്ടാക്കുന്നതിന് നമ്മൾ സ്ട്രൗസ് എന്ന് തന്നെയാണ് ഉപയോഗിക്കുന്നത്. പിന്നെയുള്ള വാക്ക് ബിർനെ. ബിർനെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെയർ എന്നുള്ള ഫ്രൂട്ടാണ്. ബൾബ് എന്ന അർത്ഥത്തിലും ബിർനെ എന്ന വാക്ക് ഉപയോഗിക്കും. ഫ്ലീഗെ. ഫ്ലീഗെ എന്ന് പറഞ്ഞാൽ ഈച്ച എന്നാണ് അർത്ഥമാക്കുന്നത്. കോട്ടിൻ്റെ കൂടെ നമ്മൾ ഉപയോഗിക്കുന്ന ബോ അല്ലെങ്കിൽ ടൈ എന്നുള്ളതിനും ഫ്ലീഗെ എന്നുള്ള വാക്ക് തന്നെയാണ് ജർമ്മൻ ഭാഷയിൽ ഉപയോഗിക്കുന്നത്. മുട്ടർ എന്ന് പറഞ്ഞാൽ മദർ അല്ലെങ്കിൽ അമ്മ എന്നുള്ള വാക്കിലാണ് മിക്കവാറും ഉപയോഗിക്കുന്നത്. എന്നാൽ ഈ മുട്ടർ എന്നുള്ള വാക്ക് നട്ട് ആൻഡ് സ്ക്രൂ എന്നുള്ള രീതിയിൽ മുട്ടർ und ഷ്രൗബെ. നമുക്കറിയാം, നട്ടും സ്ക്രൂ ഉണ്ടെങ്കിൽ ചില സാധനങ്ങൾ നമ്മൾ വീട്ടിൽ ഫിക്സ് ചെയ്യാൻ പറ്റുള്ളൂ. ഷ്രൗബെ എന്ന് പറഞ്ഞാൽ സ്ക്രൂ എന്നാണ് അർത്ഥം. ടോൺ. ടോൺ എന്നുള്ള വാക്ക് മണ്ണ് അല്ലെങ്കിൽ എർത്ത് എന്നുള്ള രീതിയിൽ ഉപയോഗിക്കും. അതേപോലെ തന്നെ നമ്മൾ ശബ്ദത്തിന്, നമ്മൾ പാട്ട് പാടുമ്പോൾ നല്ല രീതിയുണ്ട്, അതിന് ടോൺ എന്നാണ് പറയുന്നത്. അത് അല്ലെങ്കിൽ നമ്മളെന്തെങ്കിലും സംസാരിക്കുമ്പോൾ അത് ഏത് രീതിയിലാണ് സംസാരിക്കുന്നത്, ശബ്ദത്തിൻ്റെ മോഡുലേഷന് നമ്മൾ ടോൺ എന്നാണ് പറയുന്നത്. അടുത്ത വാക്കാണ് ഷ്ലോസ്. ഷ്ലോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൊട്ടാരം എന്നുള്ള അർത്ഥമുണ്ട്. അതേപോലെ തന്നെ മറ്റൊരു അർത്ഥമാണ് ലോക്ക് ആൻഡ് കീ, താഴും താക്കോലും. അതിൽ നമ്മൾ താഴിന് പറയുന്നത് ലോക്ക് എന്നാണ്. ഈ പാഡ് ലോക്കിനെ തന്നെയാണ് ഷ്ലോസ് എന്നുള്ള രീതിയിൽ ഉപയോഗിക്കുന്നത്. അബ്സാറ്റ്സ്. അബ്സാറ്റ്സ് എന്നുള്ള വാക്കിൻ്റെ അർത്ഥം പാരഗ്രാഫ് എന്നാണ്. ഇംഗ്ലീഷിൽ നമ്മൾ ടെക്സ്റ്റ് എഴുതുമ്പോൾ ഒരു പാരഗ്രാഫ് തിരിച്ച് എഴുതുന്നതിന് പറയുന്നത് അബ്സാറ്റ്സ് എന്നാണ് ജർമ്മൻ ഭാഷയിൽ ഉപയോഗിക്കുന്നത്. എന്നാൽ ഈ വാക്ക് തന്നെയാണ് നമ്മൾ ഷൂവിന് ഹീൽ ഉണ്ടെന്ന് പറയുമ്പോൾ ആ ഹീലിന് നമ്മൾ ഉപയോഗിക്കുന്നത് അബ്സാറ്റ്സ് എന്നാണ്. ഷൂവിന് പൊക്കം കൂട്ടാൻ വേണ്ടിയിട്ട് നമ്മളൊരു ഹീലുള്ള ഷൂ വയ്ക്കുന്നതിന് അബ്സാറ്റ്സ് എന്നാണ് പറയുന്നത്. ബ്ലറ്റ്. ബ്ലറ്റ് എന്നുള്ള വാക്കിൻ്റെ അർത്ഥം പേപ്പർ എന്നാണ്. ഈ വാക്ക് തന്നെയാണ് നമ്മൾ ഇല, മരത്തിലുണ്ടാകുന്ന ഇലയ്ക്കും ഈ വാക്ക് തന്നെ ഉപയോഗിക്കുന്നത്. അടുത്ത വാക്കാണ് അൻസൈഗ്. അൻസൈഗ് എന്ന് പറഞ്ഞാൽ പരസ്യം എന്നാണ് പൊതുവെ ഉപയോഗിക്കുന്ന അർത്ഥം. നമ്മളിപ്പോൾ സാധാരണ വീടുകളിൽ പോസ്റ്റ് വരും, അപ്പോൾ പരസ്യം വരും. അല്ലെങ്കിൽ നമ്മൾ മൊബൈലിൽ നോക്കുമ്പോൾ ഒത്തിരി പരസ്യങ്ങൾ കാണാം, അല്ലെങ്കിൽ TV ഓൺ ചെയ്യുമ്പോൾ ഒത്തിരി പരസ്യങ്ങൾ കാണാം. അപ്പോൾ അതിന് അൻസൈഗെ എന്നാണ് പറയുന്നത്. എന്നാൽ നമ്മൾ എന്തെങ്കിലും ഒരു കുറ്റകൃത്യമോ അല്ലെങ്കിൽ ഒരു അപകടമൊക്കെ ഉണ്ടാകുമ്പോൾ പോലീസിനെ വിളിച്ച് നമ്മൾ റിപ്പോർട്ട് ചെയ്യും. അപ്പോൾ അങ്ങനെ റിപ്പോർട്ട് ചെയ്യുന്നതിനും അൻസൈഗൻ അല്ലെങ്കിൽ അൻസൈഗെ എന്നാണ് പറയുക. അടുത്ത വാക്കാണ് ക്രെബ്സ്. ക്രെബ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞണ്ടിനെയാണ് പറയുന്നത്. ക്രാബ് എന്നുള്ള ആ വാക്ക് ഇംഗ്ലീഷിൽ ഉപയോഗിക്കുന്നത് അത് ക്രെബ്സ് എന്നാണ് പറയുക. എന്നാൽ ഈ വാക്ക് തന്നെയാണ് നമ്മൾ ക്യാൻസർ എന്നുള്ള അസുഖത്തിനും അർബുദം എന്നുള്ള രോഗത്തിനും നമ്മൾ ക്രെബ്സ് എന്നാണ് പറയുക. അടുത്ത വാക്കാണ് ക്വെല്ലെ. ക്വെല്ലെ എന്ന് പറഞ്ഞാൽ ഉറവിടം എന്നുള്ള, നദികൾ ഉത്ഭവിക്കുന്ന ഒരു ഉത്ഭവത്തിൻ്റെ സ്ഥലം, അതിന് ക്വെല്ലെ എന്നാണ് പറയുക. അല്ലെങ്കിൽ നമ്മൾ ഉറവ വരൂലേ, അപ്പോൾ ആ ഉറവയും നമ്മൾ ക്വെല്ലെ എന്നാണ് പറയുക. എന്നാൽ അതേ അർത്ഥം തന്നെയാണ് നമ്മളൊരു തീസിസ് എഴുതുമ്പോൾ എവിടുന്നാണ് ഒരു പ്രത്യേക നമ്മുടെ ഫൈൻഡിങ്സൊക്കെ എവിടുന്നാണ് കിട്ടിയെന്നുള്ളത് നമ്മൾ ബിബ്ലിയോഗ്രഫി എഴുതും. അപ്പോൾ അതിൻ്റെ സോഴ്സ് നമ്മൾ എവിടുന്നാണ് എടുത്തത്, അപ്പോൾ അതിനും ക്വെല്ലെ അല്ലെങ്കിൽ അതിൻ്റെ ഉറവിടം നമ്മൾ കാണിക്കണം, എവിടുന്നാണ് എടുത്തിരിക്കണം, അതിനും ക്വെല്ലെ എന്നാണ് പറയുക. റോക്ക് എന്നുള്ള വാക്ക് പരിചയപ്പെടുക. റോക്ക് എന്ന് പറഞ്ഞാൽ ഉടുപ്പ് അല്ലെങ്കിൽ ഫ്രോക്ക് എന്ന് നമ്മൾ ഇംഗ്ലീഷിൽ ഉപയോഗിക്കുന്ന ആ വാക്കാണ്. അതുപോലെ തന്നെ റോക്ക് എന്നുള്ളതിന് മറ്റൊരർത്ഥമാണ് മ്യൂസിക്. റോക്ക് ആൻഡ് റോൾ എന്നുള്ളത് ഭയങ്കര പോപ്പുലർ ആയിട്ടുള്ള മ്യൂസിക്, ഒരു മ്യൂസിക്കിൻ്റെ ഒരു വിഭാഗത്തെയും റോക്ക് എന്നാണ് ഉദ്ദേശിക്കുന്നത്. മറ്റൊരു വാക്കാണ് കോള്. കോള് എന്ന് പറഞ്ഞാൽ കൽക്കരി എന്നാണ് അർത്ഥം. എന്നാൽ കോള് എന്ന് പറഞ്ഞാൽ സംസാര ഭാഷയിൽ പൈസ എന്നും കൂടെ അർത്ഥമുണ്ട്.
പണ്ട് കാലം മുതൽക്കേ കൽക്കരി ഇവിടുത്തെ ഒരു പ്രധാനപ്പെട്ട വരുമാന മാർഗമായിരുന്നു. അതുകൊണ്ട് തന്നെയാവാം കോള് എന്ന് പറഞ്ഞാൽ പൈസ എന്നാണ് സാധാരണയായി ഉദ്ദേശിക്കുന്നത്. താങ്ക് യു.